നമ്മളൊക്കെ മരണപ്പെട്ട് ഖബറിൽ കിടക്കുന്ന ഒരു സമയം എല്ലാവർക്കും വരാനുള്ളതാണ്. ഈ സമയത്ത് മഹത്തുക്കളായ ആളുകൾ നമ്മുടെ ഖബറിനരികിൽ വരികയും നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഹദിയ ചെയ്ത് അവർ ദ്വാരക്കൊക്കെ ചെയ്താൽ നമുക്ക് ഖബറിൽ സന്തോഷം ഉണ്ടാവൂലേ? മുഅ്മിനീങ്ങളാണെങ്കിൽ അവർക്ക് സന്തോഷം ഉണ്ടാവും. എന്നാൽ ഈ വരുന്നത് അള്ളാഹുവിന്റെ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മുഖറബായ ഒരു മലക്കാണെങ്കിലോ എത്രത്തോളം ശ്രേഷ്ഠത ഉണ്ടാവും? ആ ശ്രേഷ്ഠത കിട്ടാൻ ഉതകുന്ന ഒരു ചെറിയ ദിക്ർ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ? പൂർണ്ണമായി കേൾക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മുത്തുനബി തങ്ങൾ പറയുകയാണ്, മുത്തുനബി തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലെ, എനിക്കൊന്നും പറഞ്ഞു തരണം. ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്ന ആളുകൾക്കുണ്ടല്ലോ, അതായത് നിസ്കാരത്തിലും നിസ്കാരമല്ലാത്ത സമയത്തും സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് ഹദീസുകളിൽ അങ്ങനെയാണ് വന്നത്. വബിഹംദിഹി ചേർത്ത് പറയണം എന്ന് മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ ഇമാമിങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പൊ സുബ്ഹാന റബ്ബിയൽ അഅല എന്നിങ്ങനെ ദിക്ർ ചൊല്ലുന്നവനെ പറ്റി എന്താണ് അവന്റെ സവാബ്, എന്താണ് അവന് കിട്ടുന്ന കൂലി, എന്താണ് അല്ല അവൾക്ക് കിട്ടുന്ന കൂലി എന്താണ് ഒന്ന് പറഞ്ഞു തരുമോ ജിബ്രീലെ? മുത്തുനബി തങ്ങൾ ഈ ചോദ്യം ചോദിച്ചപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, യാ മുഹമ്മദ്, അവന് നാളെ മീസാനിൽ അവന്റെ നന്മതിന്മകളൊക്കെ തൂക്കുമല്ലോ, അല്ലെ അവളുടെ നന്മതിന്മകളൊക്കെ തൂക്കുമല്ലോ. നമ്മൾ ഈ കൊണ്ടുവച്ച ആമൽ നമുക്കറിയാം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളതെന്ന്, നമ്മുടെ നിസ്കാരങ്ങളും നോമ്പുകളെ പറ്റിയൊക്കെ നമുക്കറിയാം. ഇതൊക്കെ കൊണ്ട് മീസാന്റെ ഒരു ത്രാസി വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് തൂക്കാൻ എന്തെങ്കിലും ഉണ്ടാവും? ഇതിങ്ങനെ പഞ്ഞു പോലെ മോൾക്ക് പൊന്തിക്കും, അത്രേ അമലേ നമ്മുടെ കയ്യിലുള്ളൂ. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുക, സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ദിക്ർ എല്ലാ സമയത്തും ചൊല്ലുന്ന ഒരുത്തൻ